വേദത്തിൽ പറയുന്ന കർമ്മകാണ്ഡ ഭാഗം, വേദഭാഗം, അത് ജഡവിഷയമാണ് എന്നാണ് പറയുന്നത്. അതും ജഡവിഷയമാണ്. അപ്പൊ അതിനെയും മാറ്റി നിർത്തണം, അതിനെയും പുറന്തള്ളിയിട്ട് പിന്നെന്ത് വേണം? ഉപനിഷത്തിൽ പറയുന്ന ആ ചൈതന്യത്തെ, ആ സത്തയെ, ചേതന സത്തയെ, അതിനെ സാക്ഷാത്കരിക്കണം. അത് ധീരതയോടെ വേണം എന്നാണ് പറയുക. കാരണം ഇതൊക്കെ തള്ളിക്കളയാൻ ഒരു ധൈര്യം വേണം, അല്ലെ? കാരണം ഇത് ഈ കർമ്മം ചെയ്ത് നേടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആളുകൾ മുഴുവൻ, ഭൂരിഭാഗം ആളുകളും അതിൽ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ അതിനെ മാറ്റി നിർത്താൻ, അതിനെ തള്ളിക്കളയാൻ ധൈര്യം വേണം എന്നാണ് പറയുന്നത്. അപ്പോ കർമ്മകാണ്ഡ വേദഭാഗം, അത് ജഡവിഷയമാണ്. അതിനെ മാറ്റിയിട്ട് ഉപനിഷത്തിൽ പറയുന്ന ആ ചൈതന്യത്തെ, ആ സത്യയെ സാക്ഷാത്കരിക്കണ വേണ്ട എന്ന് ഭഗവാൻ തുടർന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. 45-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യതത്വസ്ഥ വിര്യോഗക്ഷേമാത്മവാൻ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ് ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുനോട് എങ്ങനെയായി തീരണം എന്ന് പറയുകയാണ്. അർജുന, അല്ലയോ അർജുന, വേദാഹ ത്രൈഗുണ്യ വിഷയ എന്ന് പറഞ്ഞാൽ വേദങ്ങളില് കർമ്മകാണ്ഡ വേദഭാഗങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതില് ത്രൈഗുണ്യ വിഷയം 3 എന്താണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്നതാണ് ആ കർമ്മകാണ്ഡത്തിൽ, വേദങ്ങളിലെ കർമ്മകാണ്ഡ ഭാഗം എന്ന് പറയും. അപ്പൊ ഈ 3 ഗുണങ്ങള് എന്തിന്റെയാണ്? മായയുടെയാണ്. ഈ 3 ഗുണങ്ങൾ മായയുടെ ഭാഗമാണ്. ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് മായയുടെ ഭാഗമാണ്. അപ്പൊ അതിനകത്ത് നിൽക്കുന്നതാണ് ഈ കർമ്മകാണ്ഡം എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് പറയണം, നീ എന്ത് വേണം? നിസ്ത്രൈഗുണ്യ, ത്വം നിസ്ത്രൈഗുണ്യ, നീ ത്രിഗുണാതീതനായി തീരൂ എന്ന് പറയണം. 3 ഗുണങ്ങൾക്കും അതീതമായി തീരൂ. പിന്നെയോ നിർദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവമില്ലാതെ, ദ്വന്ദ്വഭാവമില്ലാതെ, രണ്ടെന്ന ചിന്തയില്ലാത്തവനാവൂ. നിത്യസത്വസ്ഥ, എപ്പോഴും ആ ഒന്ന് മാത്രമായിരിക്കുന്ന ആ സത്തയെ അനുഭവിക്കുന്നവനും. നിർയോഗക്ഷേമ എന്ന് പറഞ്ഞാൽ യോഗം, ക്ഷേമം എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നേടിയെടുക്കല്, ക്ഷേമം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നിലനിർത്തല്. ഇത് രണ്ടിനോടും ആഗ്രഹമില്ലാത്തവനായി തീരൂ എന്നാണ് പറയുന്നത്. അതാണ് നിർയോഗക്ഷേമ. യോഗത്തിലും ക്ഷേമത്തിലും താല്പര്യമില്ലാതിരിക്കുക. ലോകത്ത് കാണുന്ന ഒന്നും എന്റേതാവണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക, അതാണ്. അങ്ങനെയുള്ളവനായി തീരൂ പറയണം. പിന്നെന്തായി തീരണം? ആത്മവാനായി തീരൂ. ആത്മവാനാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആത്മാനന്ദം അനുഭവിക്കുക, ആത്മാവിൽ രമിക്കുന്നവനായി തീരൂ, ഭവിക്കൂ എന്ന് പറയണം അർജുനനോട്. അർജുന, കർമ്മകാണ്ഡം, വേദത്തിലെ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് 3 ഗുണങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതാണ്. അപ്പൊ 3 ഗുണങ്ങൾ മായയുടെ ഭാഗമാണെന്ന് നേരത്തെ പറഞ്ഞു. മായാഗുണങ്ങളാണ് ഇത് 3. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോ നീ എങ്ങനെയായി തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഗുണങ്ങൾക്കും അതീതനായി തീരൂ പറയണം. 3 ഗുണങ്ങൾക്കും അതീതനായി തീരൂ. പിന്നെ 2 എന്ന ചിന്തയില്ലാത്തവനായി തീരൂ. ആ ഒന്നിൽ മാത്രം നിൽക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ടോ എപ്പോഴും ആ ഒന്ന് മാത്രമായിരിക്കുന്ന ആ ചൈതന്യത്തെ, ആ സത്തയെ, ആ സാരത്തെ, അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സത്യവസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തന്നെ അനുഭവിക്കുന്നവനായി തീരൂ. പിന്നെയോ നിർയോഗക്ഷേമം, ലോകത്ത് കാണുന്നതൊന്നും എന്റേതാകണം എന്ന് ആഗ്രഹിക്കാത്തവനും. പിന്നെയോ എപ്പോഴും ആത്മാനന്ദം അനുഭവിക്കുന്നവനുമായി ഭവിക്കൂ. ഇതൊരു അനുഗ്രഹമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. നീ അങ്ങനെ ആയി തീരൂ എന്ന് പറയണം. എപ്പോഴും ആത്മാനന്ദം അനുഭവിക്കൂ എന്ന് പറയണം. ഇപ്പോ ഈ ജഡങ്ങള്, നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത് അത് ജഡമാണ് നേരത്തെ പറഞ്ഞു. അത് ആ പരമാത്മാവില്, അല്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുവില് മായയാണ് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ജാലവിദ്യ പോലെ ഇല്ലാത്തതിനെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. അതാണ് മായ. അപ്പൊ പരമാത്മ സത്തയില് മായ ഉണ്ടാക്കി കാണിക്കുന്ന വെറും കാഴ്ചകളാണ് ഈ ലോകങ്ങള്, ജഡലോകങ്ങള് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൃശ്യങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആ മായയുടെ തന്നെ ഭാഗമായ ത്രിഗുണങ്ങള് 3: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം.
ഇത് കൂടിക്കലർന്നിട്ടാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ അല്ല. ഇത് മൂന്നും പരസ്പരം കൂടിക്കലർന്നിട്ടാണ് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാവും, ദൃശ്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത്, ദൃശ്യങ്ങൾക്ക് രൂപം കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ ലോകങ്ങളെ, അതേപോലെ ഈ ലോകത്തുള്ള അനുഭവങ്ങളെ, ലൗകിക അനുഭവങ്ങളെ വിവരിക്കുന്നതാണ് കർമ്മകാണ്ഡം. അപ്പോ ഈ മായ കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളെ കുറിച്ചാണ് അതിൽ വിവരിക്കുന്നത്, അതിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് കർമ്മകാണ്ഡത്തിൽ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് ഈ മായയുടെ ത്രിഗുണങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് പറയുക. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ ലോകാനുഭവങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമല്ല, അസ്ഥിരമാണ്. അതാണ് അനിത്യം അസുഖം ലോകം. അപ്പൊ ഇത് അസ്ഥിരമാണ്, അസുഖമാണ്, ദുഃഖം നൽകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സത്യസാക്ഷാത്കാരം വേണം, സത്യദർശനം വേണം, അല്ലെങ്കിൽ സ്ഥിരമായി ശാന്തി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആള് എന്ത് ചെയ്യണം? ഈ മായാ ഗുണങ്ങളിൽ പെടുന്ന വസ്തുക്കളെല്ലാം ആഗ്രഹിക്കേണ്ടത്. അല്ലെ? മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഇതെല്ലാം മായക്കുള്ളിലാണ്, മായാ ഗുണങ്ങളാണ് ഇതിനൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോ മായാ ഗുണങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുവിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളൊന്നും സ്ഥിരമായിരിക്കില്ല, ശാശ്വതമായിരിക്കില്ല. കാരണം അതൊന്നും ശാശ്വതമല്ല. അപ്പൊ എനിക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി വേണം, സമാധാനം വേണം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണ്, സത്യവസ്തു എന്താണ്, അതിനെ എനിക്ക് നേടണം, അതിനെ സാക്ഷാത്കരിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകള് ഇതിനെല്ലാം അപ്പുറത്തുള്ള ശാശ്വതമായി എപ്പോഴുമുള്ള ഒരു വസ്തു എന്താണെന്നാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? കാരണം അതിൽ നിന്ന് പിന്നെ നേടേണ്ടത് നേടാൻ പറ്റുള്ളൂ, അതിനെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ത്രിഗുണാതീതനായി തീരാൻ പറയാണ് അർജുനനോട്. കാരണം ഈ 3 ഗുണങ്ങൾക്കും അപ്പുറത്തേക്ക് എന്നാലേ ആ വസ്തു സത്തയെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ 3 ഗുണങ്ങൾക്കും അതീതമായ ഒരു അവസ്ഥ എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കാര്യകാരണങ്ങളാണ് ശ്ലോകത്തിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത്. എങ്ങനെ അത് നേടാൻ സാധിക്കും? ത്രിഗുണാതീതമായ സ്ഥിതി എങ്ങനെ നേടാനായിട്ട് സാധിക്കും? അത് നേടാനുള്ള മാർഗമാണ് ഇനി പറയുന്നത്. എന്താണ് നേടാനുള്ള മാർഗം? നമ്മളെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, സ്വധർമ്മം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു ഭാഗത്ത് ഇരുന്ന് ഇതിനെ മാത്രം അന്വേഷിച്ച് നടക്കില്ല എന്ന് പറയുന്നത്. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം ത്രിഗുണാതീതങ്ങളെ കടന്നുള്ളൊരു സ്ഥിതിയാണ് എനിക്ക് വേണ്ടത്. അതിനെ ലക്ഷ്യമായിട്ട് കണക്കാക്കുക. ഈ 3 ഗുണങ്ങൾക്കും അതീതമായ ഒരു സ്ഥിതിയാണ് എന്റെ ലക്ഷ്യം എന്ന് ഉറപ്പിക്കണം എന്നാണ് പറയുന്നത് ആദ്യം. എപ്പോഴാണ് ഉറപ്പിക്കേണ്ടത്? നമ്മളെ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ ഇത് വേണമെന്നർത്ഥം. എനിക്ക് ഈ 3 ഗുണം, കാരണം ഞാൻ ഈ പണി ചെയ്യുന്നൊക്കെ ഗുണങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ്. 3 ഗുണങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ഇത് മുഴുവൻ. അപ്പൊ എനിക്ക് അതിന് അതീതമായ ഒരു അവസ്ഥയാണ് എനിക്ക് വേണ്ടത്, അതാണ് എന്റെ ലക്ഷ്യം എന്ന് ആദ്യം മുന്നിൽ കാണണം എന്നാണ് പറയുന്നത്. പിന്നെന്ത് വേണം? ഇപ്പൊ ഇവിടെയൊക്കെ 2 എന്ന് കണ്ടോണ്ടിരിക്കുക, ഒക്കെ വേറെ വേറെ കണ്ടോണ്ടിരിക്കുക. ആ ഭാവത്തെ നിർദ്വന്ദ്വ സ്ഥിതി അല്ലെ, അതിലേക്ക് വരണം. നിർദ്വന്ദ്വത്വം അതിലേക്ക് വരണം. ഈ 2 എന്നുള്ള തോന്നലാണ് അവിദ്യ എന്ന് പറയുന്നത്, അജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നിർദ്വന്ദ്വനായി തീരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്ന് പറഞ്ഞാൽ 2 ഇല്ലാത്ത അവസ്ഥ, 2 എന്ന ഭാവം ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് 2 എന്ന ഭാവം തള്ളിക്കളയാ ചോദിച്ചു കഴിഞ്ഞാൽ, ആ സത്യവസ്തുവിനെ വിചാരം ചെയ്യുക. ഇവിടെ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു, അതിൽ നിന്നാണ്, അതിലുണ്ടാക്കി ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ, ബാക്കിയുള്ളതൊക്കെ എന്ന് പറയും. അപ്പൊ ആ ഉള്ള വസ്തു ഏതാണോ അതിനെ വിചാരം ചെയ്ത് അതല്ലാതെ വേറൊന്നില്ല എന്നുള്ള കാര്യം ഉള്ളിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഈ 2 എന്ന ഭാവത്തെ പുറന്തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ 2 ഉണ്ട് എന്നുള്ള തോന്നല് അവിദ്യയാണ്, അറിവില്ലായ്മയാണ്, വിദ്യയാണ്. അപ്പൊ നിർദ്വന്ദ്വമായ അവസ്ഥ, 2 ഇല്ലാത്ത അവസ്ഥ. അപ്പൊ എന്ത് വേണമെച്ചാൽ അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്? 2 ഉണ്ട് എന്നുള്ള ഭാവത്തിനെ തള്ളിക്കളയാം. അതിനെ ശ്രദ്ധിക്കാതെ എപ്പോഴും എല്ലായിടത്തും ആ ഒന്ന് മാത്രമായിരിക്കുന്ന ആ സത്ത, ആ സാരം, അതിനെ അനുഭവിക്കാൻ പ്രയത്നിക്കണം എന്നാണ്. അതിനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ വേറെ കണ്ടോണ്ടിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ്, അതിനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക.
ഇതാണ് നിത്യസത്വസ്ഥിതി എന്ന് പറഞ്ഞാൽ. അതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്വസ്ഥ, സദാ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുക എന്നാണ് എന്നൊരർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് അതില്. അങ്ങനെ ഒരു അർത്ഥം പറയുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞു ത്രിഗുണാതീതനാവാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നെ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യണമെന്ന് ഭഗവാൻ പറയുമോ എന്നാണ് ചോദിക്കുന്നത്. 3 ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക്. അപ്പൊ സത്വഗുണത്തിൽ നിന്നാലും അവിടെയും പ്രശ്നമല്ലേ? അപ്പൊ ത്രിഗുണാതീതനാവാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നത് അത് ആലോചിക്കേണ്ട വിഷയമാണ് എന്നാണ് പറയുന്നത്. ഇനി ആ സത്വസ്ഥിതി, നിത്യസത്വാവസ്ഥ അല്ലെ, അതായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന അവസ്ഥയാണ് നിർയോഗക്ഷേമത്വം എന്ന് പറയുന്നത്. നിർയോഗക്ഷേമത്വം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒന്നും നേടാനും ആഗ്രഹം ഉണ്ടാവില്ല, ഇനി എന്തെങ്കിലും നേടിയിട്ട് അതിനെ സ്വന്തമാക്കി വെക്കാനും ആഗ്രഹം ഉണ്ടാവില്ല, അതിനെ പിടിച്ചു വെക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ അറിയില്ല. യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടാക്കുക, ക്ഷേമം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നിലനിർത്തുക. ഇത് രണ്ടിനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ആ അവസ്ഥയാണ് നിർയോഗക്ഷേമത്വം എന്ന് പറയുന്നത്. നീ അങ്ങനെ ആയി തീരൂ എന്ന് പറയുന്നുണ്ട് അർജുനനോട്. നീ അതായി തീരണം. അപ്പോ എങ്ങനെയാണ് ഈ നിർയോഗക്ഷേമത്വം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ഈശ്വരനാണ്, അല്ലെങ്കിൽ എല്ലാം ആ ബ്രഹ്മമാണ്. ഈശാവാസ്യമിതം സർവം. ഇത് ഉറച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ്, എല്ലാത്തിലും ഈശ്വരനാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഉള്ളിൽ ഒരു ത്യാഗ മനോഭാവം വരും. ആ ത്യാഗ മനോഭാവത്തോടുകൂടിയുള്ള ഭോഗമാണ് ഈ നിർയോഗക്ഷേമത്വം എന്ന് പറഞ്ഞാൽ. ഒന്നും എനിക്ക് വേണമെന്നില്ല, അതിനെ സ്വന്തമാക്കി വെക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ആ ത്യാഗം കൊണ്ടുള്ള ആ ഭോഗം, അതിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് എന്താണ് നേടാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ, തടസ്സങ്ങളില്ലാതെ നിരന്തരമായ ഇടതടവില്ലാതെ ആത്മാനുഭൂതി, ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്ന അവസ്ഥ. എപ്പോഴും ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ആത്മവാനായിരിക്കുക എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അർജുനോട് പറഞ്ഞു നീ ആത്മവാനായി തീരൂ എന്ന് പറയുന്നത്. ആത്മവാനായി ഭവിക്കൂ. ആത്മവാനാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നിരന്തരമായിട്ടുള്ള ആത്മാനന്ദ ആനന്ദ അവസ്ഥയിൽ അങ്ങനെ കഴിയുക എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ ഇതിന്റെ എല്ലാം കൂടി ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആത്മാവായി തീരുക. ഞാൻ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് തിരിച്ച് അതായി തീരുക, ആത്മാവായി തീരുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ട് തന്റെ സ്വധർമ്മം എന്താണോ അത് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ചുരുക്കം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഇവിടെ സത്യമായിരിക്കുന്ന വസ്തു എന്താണോ അതായി തീരണം എന്നുള്ളൊരു ലക്ഷ്യം ഉള്ളിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതിലേക്ക് തിരിച്ചു പോകണം. അതാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം. ആ ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. നമ്മൾക്കുള്ള ഉപദേശം അത് തന്നെയാണ്. നമുക്കും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അർജുനനോടാണ് പറയുന്നതെങ്കിലും അർജുനന് മാത്രമല്ല അത്, നമ്മളൊക്കെ അർജുനന്മാരായി തീരണം അല്ല. അപ്പൊ നമ്മൾക്കും ഇത് പ്രയോജനം ചെയ്യും. അതേപോലെ ഈ കർമ്മം കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ സുഖങ്ങള് നേടാൻ സാധിക്കും അതിനെ മുഴുവൻ വിട്ടുകളയണം എന്നാണ് പറയുന്നത്. കർമ്മം കൊണ്ട് കിട്ടാവുന്ന സുഖത്തെ ഒക്കെ നമ്മൾ വിട്ടുകളയണം. പിന്നെയോ ആ പരമലക്ഷ്യമായി വെക്കേണ്ടത് ആത്മസുഖമാണ്. കാരണം ആത്മസുഖം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇല്ലാതാവില്ല. ആത്മാവിനോട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ഒരു സുഖം, ആനന്ദം അനുഭവിക്കും. കാരണം അതിന്റെ സ്വരൂപമാണ് ആനന്ദം. സുഖം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ അതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എപ്പോഴും ഇടതടവില്ലാതെ ആ സുഖം അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ കർമ്മം ചെയ്തിട്ടും നമുക്ക് സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലെ. ജോലി ചെയ്യുന്ന ഒരു സുഖം നമ്മൾക്ക് അനുഭവിക്കുന്നില്ല, എല്ലാവരും അനുഭവിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ ഒരു സുഖം അനുഭവിക്കുന്നു, ജോലി ചെയ്ത് മാസം അവസാനം ശമ്പളം കിട്ടുമ്പോൾ ഒരു സുഖം അനുഭവിക്കുന്നു. ഇങ്ങനെ പല സുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ കർമ്മം കൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കർമ്മം കൊണ്ട് കിട്ടുന്ന സുഖത്തെക്കാൾ ആത്മസുഖത്തിന് എന്ത് മെച്ചാണുള്ളത് എന്നാണ് സംശയം. അങ്ങനെ ഒരു സംശയം വരാം. കാരണം കർമ്മം കൊണ്ട് എനിക്ക് സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ഈ കാണുന്ന വസ്തുക്കള്, ഈ കാണുന്ന സുഖ സൗകര്യങ്ങള്, ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അറിയാത്ത ഒരു സാധനം ആത്മാവ്, അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് സുഖം, അതിനേക്കാളും വലിയ സുഖം എന്താണ് കിട്ടുക എന്നാണ് ചോദിക്കുക. അങ്ങനെ ഒരു സംശയം വരാം അല്ലെ. അതിനുള്ള സംശയം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ ഈ കർമ്മം കൊണ്ട് നേടുന്ന, നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന സുഖ സൗകര്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ സുഖമുണ്ടല്ലോ, അത് പൊട്ടക്കുളത്തെ പോലെയാണ് എന്നാണ്. പൊട്ടക്കുളം. നേരെ മറിച്ച് ആത്മാവിൽ നിന്ന് കിട്ടുന്ന സുഖം, ആത്മസുഖം എന്ന് പറയുന്നത്
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ജലരാശി പോലെയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു പൊട്ടക്കുളവും ജലരാശിയും തമ്മിൽ എന്താ വ്യത്യാസം? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. 46-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട് ചെയ്തിട്ട്. യാവാനാർത്ഥ ഉദപാനേ സർവദസ്സപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. അതാണ് എന്താണ് ഈ പൊട്ടക്കുളവും ജലരാശിയും തമ്മിലുള്ള വ്യത്യാസം. ഉദപാനം എന്ന് പറഞ്ഞ ഉദപാനി എന്ന് പറഞ്ഞ പൊട്ടക്കുളത്തില് യാവാൻ അർത്ഥ എത്രമാത്രം പ്രയോജനം നേടാൻ പറ്റും. ഒരു പൊട്ടക്കുളത്തിൽ നിന്ന് എന്തൊക്കെ പ്രയോജനം നേടാൻ നമുക്ക് പറ്റും? സർവത സംപ്ലുതോദകേ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ആ ജലരാശിയില് താവാൻ ആ പ്രയോജനമെല്ലാം ഉണ്ട്. താവാൻ ഭവതി എന്ന് പറയാം. അപ്പൊ പൊട്ടക്കുളത്തിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ പ്രയോജനമുണ്ടോ അതൊക്കെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ജലരാശിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിജാനത ബ്രാഹ്മണസ്യ എന്നാൽ സത്യം വേർതിരിച്ച് അനുഭവിക്കുന്ന ബ്രാഹ്മണസ്യ ബ്രഹ്മനിഷ്ഠൻ. ബ്രഹ്മനിഷ്ഠന് സർവേഷു വേദേഷു എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രയോജനം അതുപോലെ തന്റെ ബ്രഹ്മനിഷ്ഠയില് ഉണ്ട് എന്ന് കാണേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടക്കുളത്തിന്റെ എന്തൊക്കെ പ്രയോജനം നമുക്ക് നേടാൻ പറ്റും? ആ പ്രയോജനമൊക്കെ അതിനേക്കാൾ കൂടുതൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ജലരാശിയിൽ നമുക്ക് നേടാൻ സാധിക്കും എന്നാണ്. അതേപോലെ തന്നെയാണ് സത്യം എന്താണെന്ന് വേർതിരിച്ച് അനുഭവിക്കുന്ന ഒരു ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച് എല്ലാ വേദങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രയോജനം എന്താണോ അത് തന്റെ ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടും. ബ്രഹ്മനിഷ്ഠയിൽ അതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് ഈ പൊട്ടക്കുളം ജലരാശി? ഒന്നും കൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പൊ ഒരു പൊട്ടക്കുളം അല്ലെങ്കിൽ കിണറ് ഇതൊക്കെ ജലാശയമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കോരിയെടുക്കാം. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്, അല്ലെ? മിതമായ പ്രയോജനം ഉണ്ടാവാറുള്ളൂ. നമുക്ക് വെള്ളം കുടിക്കാം, ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾക്ക് കുളിക്കാം, അല്ലെങ്കിൽ ചെടികളൊക്കെ നനയ്ക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. കിണറിന്നും പൊട്ടക്കുളത്തു നിന്നൊക്കെ നമ്മൾ വെള്ളം കോരിയിട്ട്. അതേസമയം എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. കുടിക്കലും കുളിക്കലും നനയ്ക്കലും ഒക്കെ നടക്കും. പിന്നെ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ പ്രയോജനമുണ്ട് അതിനകത്തുനിന്ന്. കാരണം ഇതിൽ ലിമിറ്റേഷൻ ഇല്ല. എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, എത്ര പേർക്ക് വേണമെങ്കിൽ കുളിക്കാം, വളരെയധികം സ്ഥലത്ത് നനയ്ക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജലരാശിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പൊട്ടക്കുളം എന്ന് പറയുന്നത് നമ്മൾ കർമ്മം ചെയ്ത് കിട്ടുന്ന ആനന്ദമാണ് പൊട്ടക്കുളം. അതിനൊരു പരിമിതി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? അത് ലിമിറ്റഡ് ആണ്, അതിനൊരു പരിധി ഉണ്ട്. നേരെ മറിച്ച് ആത്മാനന്ദം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞ് തുളുമ്പുന്ന വെള്ളം പോലെയാണ്. അപ്പൊ അതിൽ നിന്ന് ആ എങ്ങും നിറഞ്ഞ ജലാശയത്തിൽ നിന്നാണ് കിണറിലും കുളത്തിലൊക്കെ വെള്ളം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതിൽ വെള്ളം നിറയുന്നത് പോലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈ ജലത്തിൽ നിന്നാണ്. അതേപോലെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം. ആ ബ്രഹ്മാനന്ദത്തിന്റെ വെറും തുള്ളികൾ മാത്രമാണ് കർമ്മത്തിലൂടെ കിട്ടുന്ന ലൗകിക സുഖങ്ങള് എന്ന് പറയും. ഇപ്പൊ പിടി കിട്ടിയോ? അത് വളരെ നിസ്സാരമാണ്, തുച്ഛമാണ് എന്നാണ് പറയുന്നത്. അത് ആരൊക്കെ കർമ്മം ചെയ്യുന്ന, ആര് കർമ്മം ചെയ്താലും, ഇനി ദേവേന്ദ്രൻ മുതൽ ഇങ്ങോട്ട് ഈ ലോകത്തെ പരിപാലിക്കുന്നവരുടെ കർമ്മങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്ന് കിട്ടുന്ന ലൗകികമായ സുഖം വളരെ തുച്ഛമാണ് ഈ ബ്രഹ്മാനന്ദത്തിന്റെ സുഖത്തെ അപേക്ഷിച്ച് എന്നാണ് പറയുന്നത്. അതാണ് ആ താരതമ്യം പറയാനുള്ള കാരണം. അതാണ് പൊട്ടക്കുളത്തിന്റെയും ജലരാശിയുടെയും താരതമ്യം. ഇതുപോലെയാണ് ആത്മാനന്ദവും ഈ എന്താണ് ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്നാണ്. അപ്പൊ ഒരു ബ്രഹ്മനിഷ്ഠനെ സംബന്ധിച്ച്, ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൽ നിഷ്ഠ പ്രാപിച്ചിട്ടുള്ളത്. അപ്പൊ ആ ബ്രഹ്മനിഷ്ഠന്റെ ആ ഒരു ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് മറ്റെല്ലാ സുഖവും അടങ്ങിയതാണ്, മറ്റെല്ലാ ആനന്ദവും അടങ്ങിയതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കർമ്മം ചെയ്ത് കിട്ടുന്ന ആനന്ദമൊക്കെ വരുന്ന, ആ സുഖമൊക്കെ വരുന്ന അതിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് വരുന്നതാണ് എല്ലാം. കാരണം ബ്രഹ്മത്തിലാണ് ബാക്കി എല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ന് മാത്രമല്ല, ഈ ബ്രഹ്മാനന്ദത്തിൽ ഒരിക്കലും നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം
എന്തെങ്കിലും അപായം ഉണ്ടാവോ എന്നുള്ള പേടി ആവശ്യമില്ല എന്നാണ് ബ്രഹ്മാനന്ദത്തിൽ. കാരണം അതിൽ ദുഃഖത്തിന്റെ ശകലം പോലും നിഴല് പോലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന കർമ്മം കൊണ്ടുണ്ടാവുന്നതല്ല, അതുകൊണ്ട് തന്നെ അതിന് നാശം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ സുഖത്തിന്, ആ ആനന്ദത്തിന് ഒരിക്കലും നാശം ഉണ്ടാവില്ല, അതെപ്പോഴും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ വേണ്ടത് എന്താണ്? എല്ലാവരും അന്വേഷിക്കുന്നത് സുഖമാണ്. നമ്മൾ എല്ലാവരും സത്യാന്വേഷികളാണ്, സത്യമാണ് അന്വേഷിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് വേണ്ടത് അങ്ങേയറ്റത്തെ സുഖം, അൺലിമിറ്റഡ് ജോയ്. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്, അല്ലെ? അതാണ് വേണ്ടത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കർമ്മം ചെയ്ത് കിട്ടുന്ന സുഖമല്ല, പുറമേ നിന്നുള്ള സുഖമല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താണ്? ബ്രഹ്മസുഖമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതാകുമ്പോ അത് അൺലിമിറ്റഡ് ജോയ്. ശരിക്കും നമ്മളുടെ മനസ്സിന് അതാണ് ആവശ്യം. മനസ്സിന് അനന്തമായ ആനന്ദമാണ് വേണ്ടത്. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടുന്ന അറിയാത്തത് കൊണ്ട് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെയാണ്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നാണ് ഈ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കഴിവ് വളരെ ലിമിറ്റഡ് ആണോ? അതിന് അങ്ങേയറ്റത്തെ ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കാം? ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ള സുഖത്തില് തൃപ്തിയാവോ എന്ന് മനസ്സ് പരിശോധിക്കണം. ആ ഇന്ദ്രിയ സുഖം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് തൃപ്തി മതിയാവണില്ല, തൃപ്തി കിട്ടണില്ല. അപ്പൊ എന്ത് സംഭവിക്കുക? ഇന്ദ്രിയ സുഖം അനുഭവിച്ചു കഴിഞ്ഞാലും ഇനിയും വേണം എന്നുള്ള തോന്നൽ മനസ്സിനകത്ത് നിൽക്കും. അതാണ് ഈ ആസക്തി എന്ന് പറയുന്നത്. ഇനിയും വേണം, ഇനിയും വേണം, മതിയാവണില്ല. എത്ര കാഴ്ച കണ്ടാലും മതിയാവണില്ല, എത്ര രുചിച്ചാലും മതിയാവണില്ല, എത്ര മണത്താലും മതിയാവണില്ല, എത്ര സ്പർശിച്ചാലും മതിയാവണില്ല. കാരണം മനസ്സിന് വേണ്ടത് അൺലിമിറ്റഡ് ജോയ്. അത് ബ്രഹ്മത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് വരുന്നത്, ആത്മാവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അർജുനനോട് ആത്മവാനായി തീരാൻ പറഞ്ഞത്. ആത്മവാനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ആനന്ദവും ഇല്ല, ഒരു സുഖവും ഇല്ല. മനസ്സിലായോ? പിടികിട്ടിയോ? യെസ്. അത് മറ്റെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു, അതിൽ താഴെ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു സംശയം തോന്നൂലോ. നേരത്തെ പറഞ്ഞു കർമ്മം ചെയ്ത് കിട്ടുന്ന ലോകസുഖങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്, തുച്ഛമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യണ? സംശയം വരാലോ. അല്ലെ? അങ്ങനെയാണെങ്കിൽ സംശയം തോന്നാം, പിന്നെ എന്തിനു കർമ്മം ചെയ്യണം? അപ്പൊ കർമ്മമാർഗമൊക്കെ ഉപേക്ഷിച്ച് സന്യസിച്ചൂടെ? അങ്ങനെ ഒരു സംശയം തോന്നാലോ എന്ന് പറയാണ്. കാരണം കർമ്മം ചെയ്യണമെങ്കിൽ ബുദ്ധി ആ കർമ്മത്തിന്റെ ഫലത്തില് പെട്ടുപോകും. ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും, അതിൽ പെട്ടുപോകില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ കർമ്മം ചെയ്യലും ആത്മവാനായി തീരലും രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ ഇപ്പൊ നടക്കുക? അതിനുള്ള മറുപടിയാണ് അടുത്ത പദ്യത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ കർമ്മയോഗത്തിന്റെ രഹസ്യമാണ് പറയാൻ പോകുന്നത്. ഇതറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല ഈ ശ്ലോകം. അടുത്ത് 47-ാമത്തെ ശ്ലോകം അല്ലെ, സാഖ്യയോഗത്തിലെ 47-ാമത്തെ ശ്ലോകം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. 47-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സാംഗോസ്ത കർമ്മണി. അല്ല, ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്, എല്ലാവർക്കും അറിയാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സാംഗോസ്ത കർമ്മണി. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അർജുനോട് പറയാണ്, അർജുന നിനക്ക് കർമ്മണി ഏവ അധികാര, കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഫലേഷുമാ കർമ്മഫലങ്ങളിൽ അധികാരമുണ്ടെന്ന് വിചാരിക്കണ്ട എന്നാണ് പറയുന്നത്. കർമ്മത്തിന്റെ ഫലത്തിൽ നിനക്കൊരു അധികാരമില്ല, കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. അതാണ് അർജുനോട് പറയുന്നത്. പിന്നെയോ കർമ്മഫല ഹേതു മാഭൂ, കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത്, ഹേതുവായി തീരരുത് എന്ന് പറയും. കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത്. അതേസമയം അകർമ്മണിത്തെ സംഗമാസ്തു, കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു അലസതയിൽ നീ പെട്ടുപോകരുത്. കർമ്മം ചെയ്യണം, പക്ഷെ ഫലം വെക്കരുത്. കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത് എന്നാണ് പറയുന്നത്. അല്ലെ? ഒക്കെ കൂടി ഇപ്പൊ എങ്ങനെ സംഭവിക്കുക? അതാണ് വലിയ പ്രശ്നം. അതൊരു വിഷയം തന്നെയാണ് അല്ലത്. എല്ലാം കൂടെ എങ്ങനെ നടക്കും? അപ്പൊ ഇവിടെ പറയുന്നു കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലങ്ങളിൽ അധികാരമുണ്ടെന്ന് നീ വിചാരിക്കുകയേ വേണ്ടെന്ന് പറയുന്നു. അതേസമയം കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത്. അതെന്തുകൊണ്ടാ പറയണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അതുപോലെ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു അലസതയില് നീ പെട്ടുപോകും വരുത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഇവിടെ ഈ ശ്ലോകത്തില് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരും കർമ്മവാസനകളുമായിട്ടാണ് ഈ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? നമ്മളൊക്കെ ലൗകികന്മാരാണ്. ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്, കർമ്മവാസനകളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കർമ്മമാർഗം, നമ്മൾ കർമ്മമാർഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിന് നേരെ തിരിച്ചുവിടണം, എന്നിട്ട് എങ്കിലേ ജീവിതം ധന്യമാവുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ കർമ്മമാർഗം സത്യത്തിന് നേരെ തിരിച്ചുവിട്ട് ജീവിതം ധന്യമാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അധികാരം, കർമ്മത്തിലാണ് നിനക്ക് അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ അർഹത എന്നർത്ഥം. കർമ്മം ചെയ്യാനേ നിനക്ക് അർഹതയുള്ളൂ, ഫലത്തിൽ നിനക്ക് ഒരു അർഹതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനനെ പോലെ എന്താണ്, അർജുനന് സത്യമെന്ത് അർജുനൻ സത്യമെന്ത് അസത്യമെന്ത് എന്നൊക്കെ വിചാരം ചെയ്ത് ഒരുവിധം പാകതയൊക്കെ വന്നിട്ടുണ്ട് അർജുനൻ. പക്ഷെ അതേപോലെ കർമ്മവാസനകള് സത്യമെന്ത് അസത്യമെന്ത് എന്ന് വിചാരം കൊണ്ട് പാകത വരാത്ത ഒരാള് ഒരിക്കലും ലൗകിക മാർഗം ഉപേക്ഷിക്കാൻ അർഹനല്ല. അർജുനനും അതുകൊണ്ട് ഈ യുദ്ധം വേണ്ട, സന്യസിച്ചോളാം എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ടെങ്കിൽ അർജുനൻ അത് പറ്റില്ല. അർജുനെ കൊണ്ട് അത് ചെയ്യിക്കുന്നില്ല, സന്യസിച്ചോളം പറഞ്ഞിട്ടില്ല ഭഗവാൻ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്ത് അസത്യം എന്ത് എന്ന് വിചാരം ചെയ്ത് ഉറച്ചിട്ടില്ല ഉള്ളില്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് കർമ്മവാസനകളുണ്ട്. അപ്പൊ ആ കർമ്മവാസനകൾ ഉള്ളത് കൊണ്ട് ഈ ലൗകിക മാർഗം ഉപേക്ഷിക്കാൻ പറ്റില്ല, അതിനുള്ള യോഗ്യത, അതിനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സന്യാസം എന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യമുള്ളതാണ് സന്യാസം. അത് ആ കർമ്മവാസനകൾ ഇല്ലാത്തവർക്കേ അത് പറ്റുള്ളൂ. ഇനി കർമ്മവാസനകൾ ഉള്ള ആള് പുറമേക്ക് സന്യാസം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക, വേഷമൊക്കെ മാറി കാവി വസ്ത്രം ഇട്ടു പുറമേക്ക് വേഷം മാറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അദ്ദേഹം വേഷത്തിൽ സന്യാസിയായിരിക്കാം, പക്ഷെ ലൗകിക കർമ്മങ്ങൾ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ആ മാർഗത്തിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആളുകളെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്, അല്ലെ? ശരിയല്ലേ? കാരണം അവര് ഈ പാകത വന്നിട്ടില്ല. ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യമുള്ള സന്യാസം സ്വീകരിക്കാൻ അവർക്ക് അർഹത വന്നിട്ടില്ല. അതിനു മുമ്പ് അവരത് സ്വീകരിക്കുകയാണ്, ബലം പ്രയോഗിച്ച് സ്വീകരിക്കുകയാണ്. പക്ഷെ അങ്ങനെ സ്വീകരിച്ച് എന്താ സംഭവിക്കുക? അവരുടെ കർമ്മവാസന അവരെ കൊണ്ട് ഈ ലൗകിക കർമ്മങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും, അതിന് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ കർമ്മവാസനകളുടെ ശക്തി കാരണം അയാൾക്ക് അതിനെ അർഹത ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഒരു ജീവിത നിയമമാണ്. അപ്പൊ ഈ ജീവിത നിയമം ആലോചിക്കാതെ ധാരാളം ആളുകള് സന്യാസം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുക, അല്ലെ? അങ്ങനെ അർഹതയില്ലാത്തവര് സന്യാസം സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മൊത്തത്തില് അതൊരു പേരുദോഷമാവും. സന്യാസത്തിന് തന്നെ ശാപമായി മാറും, പേരുദോഷമാവും. അത് നമ്മുടെ ഭാരതത്തിനും വേദാന്തത്തിനും ഒക്കെ പേരുദോഷമായി മാറും. അപ്പൊ സന്യാസത്തിൻ്റെതായ പുറമേക്കുള്ള ലക്ഷണങ്ങള്, ചിഹ്നങ്ങളൊക്കെ ധരിച്ചു. പക്ഷെ സാധാരണ ലൗകികരായ ആളുകളെക്കാൾ കൂടുതൽ കാമക്രോധ ലോഭങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാം? അതും ചെയ്യാൻ പറ്റില്ല, ഇതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അലസരായി മാറും അവര്. അങ്ങനെ അവര് അലസത ബാധിച്ചിരുന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ പതനാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് സന്യാസത്തിന്റെയോ അല്ലെങ്കിൽ വേദാന്തത്തിന്റെയോ ദോഷമല്ല യഥാർത്ഥത്തിൽ. അത് അറിയാതെ ആളുകൾ അതിലേക്ക് എടുത്തു ചാടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത്. അപ്പൊ ഒരു സന്യാസി ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കർമ്മമാർഗം സ്വീകരിക്കുന്നത് നല്ലതാണ്, അത് നല്ലതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഒരു കർമ്മത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരാള് പെട്ടെന്ന് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ദോഷമായി മാറും എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ട് എല്ലാവരും? യെസ്. ഇനി ഭഗവത്ഗീതയൊക്കെ അങ്ങനെ കേട്ടിട്ട് ഞാൻ സന്യസിക്കാൻ പോകണമെന്നൊന്നും പെട്ടെന്ന് ആരും തീരുമാനിക്കണ്ട. മനസ്സിലായോ? നടക്കില്ല. കാരണം വേഷമൊക്കെ നമ്മൾ മാറ്റിന്ന് വരാം, ചിലപ്പോൾ കാവ്യ വസ്ത്രം കൊടുത്ത് നടന്നു എന്ന് വരാം, മുടിയൊക്കെ നീട്ടി വളർത്തിയെന്ന് വരാം, അല്ലെങ്കിൽ തല മൊത്തത്തിൽ മണ്ഡനം ചെയ്തു എന്നൊക്കെ വരാം. പക്ഷെ എന്നാലും ഉള്ളില് നമ്മൾ ലൗകിക ചിന്തകളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടി വരും. കേട്ടോ എല്ലാവരും? അപ്പൊ നല്ലതെന്താണ്? ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്ത് ലക്ഷ്യം, ശ്രദ്ധ ഈശ്വരനിലേക്ക് വെക്കുക. പിടികിട്ടിയോ? അതിലേക്ക് വെക്കുക. അതിലേക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടാവും നമ്മൾക്ക്.
മറ്റത് വേഷത്തിൽ സന്യാസിയാവുകയും ചെയ്തു, പക്ഷെ സാധാരണക്കാരെ പോലെ ജീവിക്കണം എന്നുണ്ട്, അതിന് പറ്റണമില്ല. ആകെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉള്ളിൽ, ആകെ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്, എല്ലാവരും അങ്ങനെയല്ല, ധാരാളം ആളുകൾ ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് എന്നാണ്. ഫലേഷു കഥാചന. അപ്പൊ അതുകൊണ്ട് അർജുനെ പോലെയുള്ള ആളുകൾക്ക് കർമ്മമാർഗത്തിന് അവർക്ക് അർഹതയുള്ളൂ, സന്യാസം സ്വീകരിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കർമ്മമാർഗത്തിലാണ് അവർക്ക് അർഹതയുള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കർമ്മഫലങ്ങൾക്കും അവർക്ക് അർഹത ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കാം, ഒരു സംശയം വരാം അല്ലെ? ശരിയല്ലേ? അങ്ങനെ ഒരു സംശയം വരില്ല. കാരണം കർമ്മം ചെയ്യുന്നുണ്ട്, അപ്പൊ ഫലം തിരിച്ചു വെച്ചൂടെ? അങ്ങനെ പറ്റില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. കാരണം കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് അനുകൂലമാവും, നമ്മൾ പ്രതീക്ഷ രീതിയിലാവാം. പക്ഷെ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രതികൂലമായിരിക്കാം. അപ്പൊ നമ്മളത് അനുഭവിച്ചറിയുന്നത് വരെ ഇതിന്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ പ്രതികൂലമാണോ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും, അല്ലെ? ആ റിസൾട്ട് വന്നാലേ അത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളൊരു കർമ്മം ചെയ്തു, അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ചിലപ്പോൾ അവസാന നിമിഷത്തിലായിരിക്കും അതാകെ പ്രതികൂലമായി മാറുക, അല്ലെ? ചിലപ്പോ പ്രതികൂലമായി മാറാം, ചിലപ്പോ നമ്മൾ പ്രതികൂലമാവും എന്ന് വിചാരിച്ചത് അനുകൂലമാവും, അങ്ങനെയും ചെയ്യാം. അതേപോലെ തന്നെ ചിലപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചതിന് എതിരായിട്ടായിരിക്കും സംഭവിച്ചിരിക്കുക, പക്ഷെ ഭാവിയിൽ ഒരുപക്ഷെ അത് നല്ലതിനായിരിക്കാം, അങ്ങനെയും സംഭവിക്കും. അതേപോലെ തൽക്കാലത്തേക്ക് ചിലപ്പോൾ നല്ല ഫലം ഉണ്ടായിരിക്കാം, പിന്നീട് അതുകൊണ്ടുള്ള ദോഷവും, അതൊക്കെ മാറി മാറി തിരിഞ്ഞും മറിഞ്ഞും വരാം. അപ്പൊ ഇതൊരു അനിശ്ചിത ബോധമാണ്. കാരണം ഈ കർമ്മത്തിന്റെ ആ ഒരു ചെയിൻ എന്ന് പറയുന്നത് അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതൊരു അനിശ്ചിത ബോധം ഉണ്ടാക്കും നമ്മളുടെ ഉള്ളിൽ. അപ്പോ ഈ ഒരു അറിവില്ലായ്മ, ഇതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ആ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലോ, അപ്പൊ ഉള്ളിൽ ദുഃഖം, അല്ലെ? അപ്പൊ ഉള്ളിൽ ദുഃഖം ഉണ്ടാവും. അപ്പൊ കർമ്മ ഫലത്തിൽ ഇച്ചു വെച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സത്യാന്വേഷി നിവൃത്തി മാർഗം നേരത്തെ പറഞ്ഞല്ലോ, പ്രവൃത്തി മാർഗം എന്ന പ്രവൃത്തിയിൽ മുഴുകിയിട്ട് വീണ്ടും വീണ്ടും ജനന മരണത്തിൽ ചുറ്റിത്തിരിയുക, അതാണ് പ്രവൃത്തി മാർഗം. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ തിരിച്ചു നടക്കുക, സോഴ്സിലേക്ക് തിരിച്ചു നടക്കുക. അപ്പൊ അങ്ങനെ നിവൃത്തി മാർഗം സ്വീകരിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ച് തന്റെ കർമ്മ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സത്യാന്വേഷി തന്റെ ആ വാസനകളെ ഇല്ലാതാക്കാൻ കർമ്മം ചെയ്യുന്ന വേണമെന്നാണ് പറയുന്നത്. കർമ്മം ചെയ്ത് ആ വാസനകളെ ഇല്ലാതാക്കാൻ. അപ്പൊ കർമ്മം ചെയ്ത് എങ്ങനെ വാസനകൾ ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാതെ, കർമ്മം ചെയ്യാനുള്ള വാസന ഉള്ളതുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ, അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ വിട്ടുകളയണം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയത് വിട്ടുകളയുക? ഈശ്വര ബുദ്ധി വളർത്തുക, ഈശ്വരനിൽ ശ്രദ്ധ വയ്ക്കുക. അപ്പൊ ഫലം നമ്മൾ ഉദ്ദേശിച്ച രീതി ആയി കഴിഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹം. ഇനി അതല്ല ഓപ്പോസിറ്റ് ആയാലോ, അതും ഈശ്വരന്റെ അനുഗ്രഹം. രണ്ടും ഈശ്വരേച്ഛ ആയിട്ടെടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാമോ? അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസനകളൊക്കെ ഇല്ലാതെയാവും. എന്ന് മാത്രമല്ല നമ്മളുടെ ആ ഫോക്കസ്, അല്ലെ, മനസ്സിന്റെ ആ ഒരു ഫോക്കസ് അത് വളർന്ന് സത്യത്തിലേക്ക് നമ്മൾക്ക് അടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഈശ്വരനെ മറന്നിട്ട് കർമ്മത്തിന്റെ ഫലത്തിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ചഞ്ചല ചിത്തമായിരിക്കും, വ്യാകുലമായിരിക്കും, എപ്പോഴും ടെൻഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? എപ്പോഴും ഒരു സ്ഥിരത ഉണ്ടാവില്ല. കാരണം ഫലം അനുകൂലമായി കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ തുള്ളിച്ചാടും, പ്രതികൂലമായി കഴിഞ്ഞാൽ ആകെ ഡിപ്രസ്ഡ് ആവും. രണ്ടും പ്രശ്നമാണ് എന്നാണ് പറയുന്നത്, രണ്ടും പ്രശ്നമാണ്. അപ്പൊ രണ്ടും ഈ ആത്മലാഭത്തിന് തടസ്സമാവുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തില് സത്യം അനുഭവിക്കണം, അല്ലെങ്കിൽ ശാശ്വതമായ സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഈശ്വരനെ മറന്നുകൊണ്ട് ഫലത്തിൽ ഒരിക്കലും ശ്രദ്ധ വെക്കരുത് എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കർമ്മഫലത്തിന് നീ കാരണമാവരുത് എന്ന് പറഞ്ഞു. അത് അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ലും നിവർന്നിരിക്കും. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം.
സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിത്യസേ സനോ വസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.